Chapter 15 Waves Part 3 എന്താണ് ക്ലോസ്ഡ് പൈപ്പ് നോക്കാം. വൺ എൻഡ് ഈസ് ക്ലോസ്ഡ് ആൻഡ് വൺ എൻഡ് ഈസ് ഓപ്പൺ. അപ്പോൾ ഒരു ക്ലോസ്ഡ് പൈപ്പിന്റെ ഒരെൻഡ് ക്ലോസ്ഡ് ആയിരിക്കും, ഒരെൻഡ് ഓപ്പൺ ആയിരിക്കും. അത്തരം പൈപ്പുകളെയാണ് നമ്മൾ ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയാം. അറ്റ് ഓപ്പൺ എൻഡ് ആന്റിനോഡ്സ് ആർ ഫോംഡ്. ഓപ്പൺ എൻഡിൽ എന്താ ഫോം ചെയ്യുന്നത്? ആന്റിനോഡ് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലോസ്ഡ് എൻഡിൽ എന്താണ് ഫോം ചെയ്യുന്നത്? നോഡ്സ് ആർ ഫോം. ഇനി എന്താണ് ഫണ്ടമെന്റൽ ഓർ ഫസ്റ്റ് ഹാർമോണിക് നോക്കാം. അപ്പൊ നമ്മളൊരു ക്ലോസ്ഡ് പൈപ്പ് കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാ ഒരെൻഡ് ഓപ്പൺ ആണ്, അതുപോലെ തന്നെ ഒരെൻഡ് എന്താണ് ക്ലോസ്ഡ് ആണ് വരുന്നത്. ഇത്തരം പൈപ്പുകളെയാണ് ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് സെഗ്മെന്റ് ഈ രീതിയിൽ ഉണ്ടാവുള്ളൂ, കാരണം ഒരെൻഡിൽ ഇവിടെ നോഡ് ഉണ്ടാവണം, ഇവിടെ ആന്റിനോഡ് ഉണ്ടാവണം. അപ്പൊ ഈ രീതിയിലാണ് ഫസ്റ്റ് വേവ് ഫോം ചെയ്യുന്നത്. ഇതിന്റെ ലെങ്ത് L ആണ്. അപ്പൊ നമുക്കറിയാം നോഡിൽ നിന്ന് ആന്റിനോഡിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് λ/4 ആണ്. അപ്പൊ Lന്റെ വാല്യൂ എന്തിന് ഈക്വൽ ആണ്? λ/4 ഈക്വൽ ആണ്. ഫസ്റ്റ് കേസ് ആയതുകൊണ്ട് ലാംഡയ്ക്ക് പകരം നമ്മൾ λ1 കൊടുക്കും. അപ്പൊ നമുക്ക് L ഈസ് ഈക്വൽ ടു λ1/4 എന്ന് കിട്ടി. ഇതിൽ നിന്ന് λ1 ഈസ് ഈക്വൽ ടു 4L കിട്ടി. നമ്മൾ ഫ്രീക്വൻസി കാണാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ന്യൂ ഈസ് ഈക്വൽ ടു v/λ ആണ്. ഇവിടെ λ1 ആയതുകൊണ്ട് v/λ1 കൊടുക്കാം. അപ്പൊ നമ്മൾ ന്യൂ1 ഈസ് ഈക്വൽ ടു v/λ1. λ1ന്റെ വാല്യൂ എത്രയാണ്? 4L ആണ്. അപ്പൊ നമുക്ക് ന്യൂ1ന്റെ വാല്യൂ കിട്ടി v/4L. തേർഡ് ഹാർമോണിക് ആവുമ്പോൾ എങ്ങനെയാണ് ഫിഗർ വരുന്നത് നോക്കാം. അപ്പൊ ഇതാ ഇവിടെ നമുക്കറിയാം ഓപ്പൺ എൻഡിൽ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ആന്റിനോഡ് ആണ്. പിന്നെ അടുത്തത് ഇവിടെയാണ് ഉണ്ടാവുക. നേരത്തെ കേസ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെയാണ് വരുന്നത് നോഡ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ ലെങ്ത് L ആണെങ്കിൽ നമുക്കറിയാം ഇവിടുന്ന് നോഡിൽ നിന്ന് നോഡിലേക്കുള്ള ദൂരം നമുക്കറിയാം λ/2. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ λ/4 ആണ്. അപ്പൊ അര ലാംഡ, ഇവിടുന്ന് നോഡിൽ നിന്ന് നോഡിലേക്ക് അര ലാംഡയും ഇവിടുന്ന് ഇങ്ങോട്ട് 1/4 ലാംഡയാണ് വരുന്നത്. അപ്പൊ 3/4 ലാംഡ. 3/4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3/4 ആണ്. 3/4 ലാംഡയാണ്. 3/4 ലാംഡേനെ ഇവിടെ സെക്കൻഡ് കേസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ 2 എന്ന് കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്തു? L ഈസ് ഈക്വൽ ടു 3 λ2/4. ഇതിൽ നിന്ന് λ2ന്റെ വാല്യൂ നമ്മൾ കാണുന്നു 4L/3. ഇനി നമ്മൾ ഫ്രീക്വൻസി ന്യൂ2 കാണുകയാണ്. അപ്പൊ v/λ2 എന്ന് വരും. v/λ2ല് നമ്മൾ 4L/3 കൊടുത്തു. അപ്പൊ ഈ 3 നേരെ ഇങ്ങോട്ട് വരുന്നു, നേരെ മുകളിലേക്ക് വന്നു. അപ്പൊ എന്ത് വന്നു? 3 × v/4L. v/4Lന്റെ വാല്യൂ നമ്മൾ പഠിച്ചതാണ്, എന്താണ്? ന്യൂ1 ആണെന്ന് പഠിച്ചിട്ടുണ്ട് തൊട്ട് മുന്നേ. അപ്പൊ v/4Lന് പകരം ന്യൂ1 കൊടുത്തു. നമുക്ക് ന്യൂ2 ഈസ് ഈക്വൽ ടു 3 ന്യൂ1 കിട്ടി. അടുത്തത് ഫിഫ്ത്ത് ഹാർമോണിക് ആണ്. ഫിഫ്ത്ത് ഹാർമോണിക്കിലെ ഫിഗർ നമ്മൾ നോക്കാം. ഫിഗറിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് നോഡ് 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 ആന്റിനോഡ് അങ്ങനെ വരുന്നു. അപ്പൊ രണ്ട് നോഡുകൾ തമ്മിലുള്ള അകലം λ/2, വീണ്ടും നോഡുകൾ തമ്മിലുള്ള λ/2. അപ്പൊ അര ലാംഡയും കൂട്ടുമ്പോൾ 1 ലാംഡ കിട്ടി. 1 ലാംഡ ഇവിടുന്ന് ഈ നോഡിൽ നിന്ന് ആന്റിനോഡിലേക്കുള്ള ദൂരം λ/4. അപ്പൊ 5/4 ലാംഡ കിട്ടി. മൂന്നാമത്തെ കേസ് ആയതുകൊണ്ട് ലാംഡയ്ക്ക് λ3 എന്ന് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് കിട്ടി? L ഈസ് ഈക്വൽ ടു 5 λ3/4. അതിൽ നിന്ന് λ3 ഈസ് ഈക്വൽ ടു 4L/5 കിട്ടി. അപ്പൊ ന്യൂ3 ഈസ് ഈക്വൽ ടു v/λ3 ആണ്. ന്യൂ3 ഈസ് ഈക്വൽ ടു v/λ3. അപ്പൊ v/λ3ക്ക് പകരം 4L/5. അപ്പൊ ഈ 5 നേരെ അങ്ങോട്ട് വന്നു, മുകളിലേക്ക് വന്നു. മുകളിലേക്ക് വരുമ്പോൾ 5 × v/4L. v/4Lന്റെ വാല്യൂ എത്രയാണ് നമുക്കറിയാം? ന്യൂ1 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? v/4Lന് പകരം ന്യൂ1 കൊടുത്തു. അപ്പൊ ന്യൂ3 ഈസ് ഈക്വൽ ടു 5 ന്യൂ1. നമ്മൾ നേരത്തെ ന്യൂ2ന്റെ വാല്യൂ പഠിച്ചിട്ടുണ്ട്. ന്യൂ2 ഈസ് ഈക്വൽ ടു 3 ന്യൂ1 ആണ്. അപ്പൊ ന്യൂ1ഉം ന്യൂ2ഉം ന്യൂ3യും തമ്മിലുള്ള റേഷ്യോ എന്താ വരാം? ന്യൂ1 ഈസ് ടു ന്യൂ2 ഈസ് ടു ന്യൂ3 ഈസ് ഈക്വൽ ടു 1:3:5. അപ്പൊ ക്ലോസ്ഡ് പൈപ്പ് കണ്ടെയ്ൻസ് ഓഡ് ഹാർമോണിക്സ് ഓൺലി. ക്ലോസ്ഡ് പൈപ്പിൽ ഏത് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ? ഓഡ് ഹാർമോണിക്സ്. ഇവിടെ വരുന്നത് റേഷ്യോസ് 1, 3, 5 അങ്ങനെ ഓഡ് നമ്പേഴ്സ് ആണ് റേഷ്യോ ഫ്രീക്വൻസീസ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്ലോസ്ഡ് പൈപ്പ് കണ്ടെയ്ൻസ് ഓൺലി ഓഡ് ഹാർമോണിക്സ്. അടുത്തത് ഓപ്പൺ പൈപ്പ്. ഓപ്പൺ പൈപ്പിൽ ബോത്ത് എൻഡ്സ് ഓപ്പൺ ആണ്. അറ്റ് ഓപ്പൺ എൻഡ് നമുക്കറിയാം എന്താണ് ഫോം ചെയ്യുന്നത്? ആന്റിനോഡ്സ് ആർ ഫോംഡ്. അപ്പൊ അതിലെ ഫണ്ടമെന്റൽ ഓർ ഫസ്റ്റ് ഹാർമോണിക് എങ്ങനെ വരിക നോക്കാം. ഓപ്പൺ എൻഡിൽ ആന്റിനോഡ് ആണ് ഫോം ചെയ്യുന്നത്. നമുക്കറിയാം രണ്ട് ആന്റിനോഡുകൾ തമ്മിലുള്ള അകലം λ/2 ആണ്.
അപ്പൊ L ഈസ് ഈക്വൽ ടു എന്ത് ചെയ്തു ലാംഡ ബൈ 2, ഇവിടെ ഫസ്റ്റ് കേസ് ആയതുകൊണ്ട് ലാംഡ 1/2 എന്ന് കൊടുക്കാം. അപ്പൊ L ഈസ് ഈക്വൽ ടു ലാംഡ 1/2. ഇതിൽ നിന്ന് ലാംഡ 1 ഈസ് ഈക്വൽ ടു 2L കിട്ടി. നമ്മൾ ഫ്രീക്വൻസി ν1 ഈസ് ഈക്വൽ ടു V ബൈ ലാംഡ 1 ആണ്, ഈസ് ഈക്വൽ ടു V ബൈ 2L കിട്ടി. ഈ സെക്കൻഡ് ഹാർമോണിക് ഫിഗർ വരുന്നത് നിങ്ങൾ നോക്കുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ഓപ്പൺ എൻഡിൽ രണ്ട് സ്ഥലത്തും ആന്റിനോഡാണ് വരുന്നത്. അപ്പൊ അടുത്ത കേസ് ഇങ്ങനെ വരുള്ളൂ. അപ്പൊ ആന്റിനോഡ് തമ്മിലുള്ള അകലം ലാംഡ ബൈ 2, വീണ്ടും ആന്റിനോഡ് തമ്മിലുള്ള അകലം ലാംഡ ബൈ 2, അതായത് അര ലാംഡ പ്ലസ് അര ലാംഡ, ഒരു ലാംഡയാണ്. സെക്കൻഡ് കേസ് ആയതുകൊണ്ട് നമ്മൾ ലാംഡ 2 എന്ന് കൊടുത്തു. അപ്പൊ L ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി ലാംഡ 2. ν2 ഈസ് ഈക്വൽ ടു V ബൈ ലാംഡ 2 ഈസ് ഈക്വൽ ടു V ബൈ ലാംഡ 2 വരെ L കൊടുത്തു. ഇനി ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താണ്, മുകളിലും താഴെയും 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, വാല്യൂല് വ്യത്യാസം വരില്ല. അപ്പൊ നമുക്ക് 2 ഇൻറ്റു V ബൈ 2L കിട്ടി. V ബൈ 2L വാല്യൂ നമുക്കറിയുന്ന അതാണ് ν1 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി 2ν1 കിട്ടി. അപ്പൊ ν2 ഈസ് ഈക്വൽ ടു 2ν1 കിട്ടി. ഇനി തേർഡ് ഹാർമോണിക്കിലെ ഫിഗർ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കാം, ആന്റിനോഡ് തമ്മിലുള്ള അകലം ലാംഡ ബൈ 2, വീണ്ടും ആന്റിനോഡിലേക്കുള്ള അകലം ലാംഡ ബൈ 2. അപ്പോൾ ഒരു ലാംഡ കിട്ടി. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ആന്റിനോഡിൽ നിന്ന് ആന്റിനോഡിലേക്ക് ലാംഡ ബൈ 2. അപ്പൊ ഒരു ലാംഡ അര ലാംഡയും കൂടി കൂട്ടണം. അപ്പൊ നമുക്ക് അറിയാം 3/2 ലാംഡയാണ്. അപ്പൊ തേർഡ് കേസ് ആയതുകൊണ്ട് ലാംഡ 3 കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി L ഈസ് ഈക്വൽ ടു 3 ലാംഡ 3/2. ഇതിൽ നിന്ന് ലാംഡ 3യുടെ വാല്യൂ കിട്ടി 2L/3 എന്ന് കിട്ടി. അപ്പൊ ν3 ഈസ് ഈക്വൽ ടു V ബൈ ലാംഡ 3 ആണ്. ν3 ഈസ് ഈക്വൽ ടു V ബൈ ലാംഡ 3 ആകുമ്പോൾ ലാംഡ 3ക്ക് പകരം 2L/3. അപ്പൊ 3 നേരെ മുകളിലേക്ക് വന്നു. 3 ഇൻറ്റു V ബൈ 2L. V ബൈ 2Lന്റെ വാല്യൂ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ν1 ആണ്. അപ്പൊ നമുക്ക് അത് കിട്ടി 3ν1 ആണ്. ഈ 2ν1ന്റെ ν2ന്റെ വാല്യൂ 2ν1 ആണ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അവ തമ്മിലുള്ള റേഷ്യോ ഓഫ് ഫ്രീക്വൻസീസ് എന്താണ് ν1 ഈസ് ടു ν2 ഈസ് ടു ν3 ഈസ് ഈക്വൽ ടു 1 ഈസ് ടു 2 ഈസ് ടു 3. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പൺ പൈപ്പ് കണ്ടെയ്ൻസ് ആൾ ഹാർമോണിക്സ്. ഓപ്പൺ പൈപ്പിൽ എല്ലാ ഹാർമോണിക്സ് ഉണ്ട്. അപ്പൊ റേഷ്യോ ഓഫ് ഫ്രീക്വൻസിയിൽ എല്ലാ നമ്പേഴ്സും ഉണ്ട്. നേരത്തെ നമ്മൾ ക്ലോസ്ഡ് പൈപ്പ് ആയപ്പോൾ ഏത് നമ്പർ വന്നിരുന്നുള്ളൂ, ഓഡ് നമ്പേഴ്സ് മാത്രമാണ്. 1:3:5 ആണ് വന്നത്. ഇവിടെ 1:2:3 ആണ്. അതുകൊണ്ട് ഓപ്പൺ പൈപ്പ് കണ്ടെയ്ൻസ് ആൾ ഹാർമോണിക്സ്. Open pipes are preferred for musical instruments since it contains all harmonics. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്ലോസ്ഡ് പൈപ്പിനേക്കാളും പ്രിഫർ ചെയ്യുന്നത് ഓപ്പൺ പൈപ്പ് ആണ്. കാരണം ഓപ്പൺ പൈപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ഹാർമോണിക്സും കിട്ടും, അതായത് എല്ലാ ഫ്രീക്വൻസീസും കിട്ടും, അതായത് എല്ലാ സൗണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓപ്പൺ പൈപ്പിന് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, ഓപ്പൺ പൈപ്പാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നത്, സിൻസ് ഇറ്റ് കണ്ടെയ്ൻസ് ആൾ ഹാർമോണിക്സ്. ഇനി എന്താണ് ബീറ്റ്സ് നോക്കാം. ഇറ്റ് ഈസ് ദ പീരിയോഡിക് വേരിയേഷൻ ഇൻ ദ ഇന്റൻസിറ്റി ഓഫ് സൗണ്ട് ഡ്യൂ ടു സൂപ്പർപൊസിഷൻ ഓഫ് സൗണ്ട് വേവ്സ് ഓഫ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രീക്വൻസീസ്. അതിൽ ഫ്രീക്വൻസിയിൽ ചെറിയ വ്യത്യാസമുള്ള രണ്ട് സൗണ്ട് വേവുകൾ തമ്മിൽ സൂപ്പർപോസ് ചെയ്യാൻ എന്താ, കമ്പൈൻ ചെയ്യുമ്പോൾ ഇന്റൻസിറ്റി ഓഫ് സൗണ്ടിൽ എന്തുണ്ടാവുന്നുണ്ട്, പീരിയോഡിക് വേരിയേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് സൗണ്ടിന്റെ ഇന്റൻസിറ്റി കൂടിയും കുറഞ്ഞും ഒരേപോലെ കൂടിയും കുറഞ്ഞും വരുന്നുണ്ട്. എപ്പോ രണ്ട് വേവ്സ് ഓഫ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രീക്വൻസീസ് സൂപ്പർപോസ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ബീറ്റ്സ്. ഇനി ബീറ്റ് ഫ്രീക്വൻസി കാണാനുള്ള ഫോർമുലയാണ് ബീറ്റ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ν1 മൈനസ് ν2. അതായത് ആ ഫ്രീക്വൻസീസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അടുത്തത് ഡോപ്ലർ എഫക്റ്റ്. ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി വെൻ ദർ ഈസ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ സോഴ്സ്, ഒബ്സർവർ ആൻഡ് മീഡിയം. അപ്പോൾ ഫ്രീക്വൻസി പുറപ്പെടുവിക്കുന്ന വസ്തു അതിനെയാണ് സോഴ്സ് എന്ന് പറയുന്നത്. അത് ലിസൺ ചെയ്യുന്ന ആളെയാണ് ഒബ്സർവർ എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു മീഡിയം ഉണ്ട്. അപ്പൊ സോഴ്സിനും ഒബ്സർവർക്കും മീഡിയത്തിനും ഇടയിൽ ഒരു അപ്പാരന്റ് മോഷൻ അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഉണ്ടാവുന്നുണ്ട്. അപ്പാരന്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിയർ ചെയ്യുന്ന ഫ്രീക്വൻസി. ഉദാഹരണത്തിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് സൈറൺ മുഴക്കിയ ഒരു ട്രെയിൻ അടുത്തേക്ക് വരുമ്പോൾ ആ സൈറൺ നമുക്ക് ശബ്ദം കൂടി വരുന്നതായിട്ട് തോന്നും. അതുപോലെ തന്നെ അകലത്തേക്ക് പോകുന്നതോറും സൈറന്റെ ശബ്ദം കുറഞ്ഞായിട്ട് വരും. ബട്ട് ആക്ച്വലി സൈറൺ പുറപ്പെടുവിക്കുന്ന ഒരേ ഫ്രീക്വൻസിയിൽ ആണ്, പക്ഷെ നമ്മൾ ഹിയർ ചെയ്യുന്ന ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അത് ഡോപ്ലർ എഫക്റ്റിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ വാട്ട് ഈസ് ഡോപ്ലർ എഫക്റ്റ്? ഇറ്റ് ഈസ് ദ അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി വെൻ ദർ ഈസ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ സോഴ്സ്, ഒബ്സർവർ ആൻഡ് മീഡിയം. ഇനി അപ്പാരന്റ് ഫ്രീക്വൻസി, അതായത് നമ്മൾ ഹിയർ ചെയ്യുന്ന ഫ്രീക്വൻസി കാണാനുള്ള ഫോർമുലയാണ് ν' ഇസ് ഈക്വൽ ടു ν ഇൻറ്റു V മൈനസ് VL ഡിവൈഡഡ് ബൈ V മൈനസ് VS.
ഫോർമുല ഒരിക്കൽ കൂടി, ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്. ഇനി ഓരോ ടേം എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു നോക്കാം. ന്യൂ ഡാഷ് നമ്മൾ അറിയാം അപ്പാരന്റ് ഫ്രീക്വൻസിയാണ്. ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ആണ്. ഇനി വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സൗണ്ട്. വി എൽ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഒബ്സർവർ അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ലിസണർ എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ വി എസ് എന്ന് പറയുന്നത് ഏതാണ്? വെലോസിറ്റി ഓഫ് സോഴ്സ് ആണ്. ഈ ഡോപ്ലർ എഫക്റ്റിന്റെ അപ്ലിക്കേഷൻസ് ആണ്. യൂസ്ഡ് ടു ഫൈൻഡ് സ്പീഡ് ഓഫ് ഓട്ടോമൊബൈൽസ്, എയറോപ്ലെയിൻസ്, സബ്മറൈൻസ് എക്സെട്ര. ഓട്ടോമൊബൈലിന്റെ, എയറോപ്ലെയിനിന്റെ, സബ്മറൈൻസിന്റെ ഒക്കെ സ്പീഡ് കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോപ്ലർ എഫക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ദ ഡയറക്ഷൻ ആൻഡ് സ്പീഡ് ഓഫ് സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ്. സ്റ്റാർസിന്റെയും പ്ലാനറ്റ്സിന്റെയും സ്പീഡും ഡയറക്ഷനും അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡോപ്ലർ എഫക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രോബ്ലം ആണ്. എ വുമൺ ഈസ് ട്രാവലിംഗ് ഇൻ എ കാർ അറ്റ് എ സ്പീഡ് ഓഫ് 25 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഒരു കാറിൽ ഒരു വുമൺ ട്രാവൽ ചെയ്യാണ്. ആ കാറിന്റെ സ്പീഡ്, അതായത് വുമന്റെ സ്പീഡ്, അപ്പൊ വുമൺ ആണ് ലിസണർ അല്ലെങ്കിൽ ഒബ്സർവർ. ഒബ്സർവറുടെ സ്പീഡ് നമുക്ക് കിട്ടി 25 മീറ്റർ പെർ സെക്കൻഡ്. ഷീ ഈസ് മൂവിങ് അവേ ഫ്രം ദി സോഴ്സ് പ്രൊഡ്യൂസിങ് എ സൗണ്ട് ഓഫ് 512 ഹെഡ്സ്. അപ്പൊ 512 ഹെഡ്സ് ആണ് എന്തിന്റെ? സോഴ്സിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോഴ്സിന്റെ ഫ്രീക്വൻസിയിൽ സോഴ്സിൽ നിന്ന് അവേ മൂവ് ചെയ്യാണ്. കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ഹേർഡ് ബൈ ഹെർ. അപ്പൊ അവര്, ആ വുമൺ ഹിയർ ചെയ്യുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി എന്താണ്, അതായത് അപ്പാരന്റ് ഫ്രീക്വൻസി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ തന്നിട്ടുണ്ട്. എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പൊ ഇവിടെ നമുക്ക് ഫ്രീക്വൻസി കാണാനുള്ള ഫോർമുല അറിയാം. അപ്പാരന്റ് ഫ്രീക്വൻസി ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്. ഇനി ഓരോന്നിന്റെയും വാല്യൂസ് ആണ്. ന്യൂവിന്റെ വാല്യൂ നമുക്കറിയാം, ഫ്രീക്വൻസിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 512 ഹെഡ്സ് ആണ്. അപ്പൊ അത് നമ്മൾ എഴുതി. ഇനി വെലോസിറ്റി ഓഫ് സൗണ്ട് അത് തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് സൗണ്ട്, സ്പീഡ് ഓഫ് സൗണ്ട് എഴുതിയിട്ടുണ്ട്. എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ വിയുടെ വാല്യൂ നമ്മൾ 340 മീറ്റർ പെർ സെക്കൻഡ്. ഇനി വെലോസിറ്റി ഓഫ് ലിസണർ അല്ലെങ്കിൽ ഒബ്സർവർ. ഇവിടെ ഒബ്സർവർ ആരാണ്? വുമൺ ആണ്. വുമൺ കാറിൽ എത്ര സ്പീഡിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ വുമന്റെ സ്പീഡ് എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഒബ്സർവറുടെ സ്പീഡ് നമുക്ക് കിട്ടി. ഇനി വെലോസിറ്റി ഓഫ് സോഴ്സ് ആണ്. സോഴ്സ് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ സോഴ്സിനെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ സോഴ്സ് എന്തിലാണ്? റെസ്റ്റിലാണ്. അപ്പൊ വെലോസിറ്റി ഓഫ് സോഴ്സ് 0 ആണ്. ഈ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മളെ ഇക്വേഷൻ എന്തായിട്ട് മാറി? ന്യൂക്ക് പകരം 512 ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? വിയുടെ വാല്യൂ 340 ആണ്. 340 മൈനസ് വി എല്ലിന്റെ വാല്യൂ എത്രയാണ്? വി എല്ലിന്റെ വാല്യൂ 25 ഡിവൈഡഡ് ബൈ വിയുടെ വാല്യൂ വീണ്ടും 340 മൈനസ് വി എസിന്റെ വാല്യൂ 0. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിൽ അടിച്ചാൽ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 474.35 ഹെഡ്സ്. ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ്.